ബംഗളൂരുവിലെ യലഹങ്കയിൽ ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ വീണ്ടും വഞ്ചിച്ച് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. കുടിയിറക്കപ്പെട്ടവർക്ക് സൗജന്യ വീടുകളില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. വീട് കിട്ടാൻ 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. ബുൾഡോസർ രാജ് രാജ്യത്ത് ചർച്ചയായത് കേരളം നടത്തിയ ഇടപെടലിലൂടെ. കർണാടക യലഹങ്കയിലെ ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇരട്ടടിയായിരിക്കുകയാണ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസം. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ബൈപ്പനഹള്ളിയിൽ സൗജന്യമായി വീട് കൈമാറില്ലെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം. 11.2 ലക്ഷം രൂപയുടെ വീടാണ് കർണാടക സർക്കാർ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് നൽകുമെന്ന് പറഞ്ഞത്. ബുൾഡോസർ രാജിലൂടെ 350-ലധികം കുടുംബങ്ങളാണ് ഭവനരഹിതരായത്. എന്നാൽ വീടിന് കുടുംബങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം നൽകണമെന്ന സർക്കാർ നിബന്ധന ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തിയുള്ള പുനരധിവാസ പദ്ധതിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 5 ലക്ഷം രൂപ നൽകി വീട് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ കുടിയേറിയവരുടെ കൂട്ടത്തിൽ നിരവധി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന നിലപാടിലാണ് കർണാടക സർക്കാർ. അതുകൊണ്ട് തന്നെ സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യലഹങ്കയ്ക്കടുത്തുള്ള കുഗിലു ഗ്രാമത്തിൽ കയ്യേറ്റം ആരോപിച്ച 400ഓളം വീടുകൾ അധികൃതർ പൊളിച്ചു മാറ്റിയത്. കർണാടക സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇടപെടലിലൂടെയാണ് വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നത്. തുടർന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP, KT ജലീൽ MLA അടക്കമുള്ളവർ യലഹങ്കയിലെ ജനങ്ങളുടെ സാഹചര്യങ്ങൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.